ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ടെൻസസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ടെൻസസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതോ ചെയ്തതോ ചെയ്യാൻ പോകുന്നതോ ആയ പ്രവർത്തികളുടെ കാലഭേദങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് ഈ ടെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, PSCയിൽ ഇതിന് രണ്ടായിട്ട് മെയിൻ യൂസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത്, ഒരു സെന്റൻസ് തന്നിട്ട് അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഈ ടെൻസസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാറുള്ളത്. അതായത് കർത്തരി പ്രയോഗം, അതുപോലെ കർമ്മിണി പ്രയോഗം. കർത്താവിന് ഊന്നൽ നൽകിയിട്ടുള്ളവയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതേസമയം ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കർമ്മത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളവയാണ് പാസീവ് വോയിസ് എന്നും പറയുന്നത്. ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ മലയാളത്തിലാണെങ്കിൽ എന്താ ചെയ്യുക, മലയാളത്തിൽ കർത്തരി പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് ആണ് സാധാരണ യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് എഴുതണേ. ഇപ്പോൾ രാമൻ കിൽഡ് രാവണ, ഇതാണ് ആക്റ്റീവ് വോയിസ്. കാരണം ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാമനാണ്. രാമൻ ആരിനെ കൊന്നത്? രാവണനെ കൊന്നു. രാവണ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, രാമൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, കിൽഡ് എന്നുള്ളതാണ് വെർബ്. ക്ലിയർ ആണല്ലോ. ഇതിപ്പോൾ പാസീവ് വോയിസിൽ എഴുതുമ്പോൾ എന്തായിരിക്കും? പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അപ്പോൾ അതെങ്ങനെ എഴുതാം? രാവണ was killed by രാമൻ. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒബ്ജക്റ്റ്, വെർബ്, രാമൻ. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കാനും അതുപോലെ പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസിലേക്ക് ആക്കാനും സാധാരണ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ച് ഓവർ ചെയ്യണം വെച്ചാൽ നമുക്ക് ഗ്രാമർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ടെൻസസിനെ കുറിച്ചും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഈ രണ്ട് പാറ്റേൺ ആണ് ഇതിൽ ചോദിക്കാനുള്ളത്. ഇനി ഇതിൽ തന്നെ നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഒന്നാമത്തത്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആയിരിക്കണം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്. എന്താ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെച്ചാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്താവണം? പ്ലൂറൽ ആവണം. അപ്പോൾ സബ്ജക്റ്റിനെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്താൽ മതി? സബ്ജക്റ്റിൻ്റെ കൂടെ സാധാരണ എസ്, IES അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ പ്ലൂറലാക്കുക. ചിലങ്കിൽ EN ആയിരിക്കാം. അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സബ്ജക്റ്റിനെ പ്ലൂറലാക്കുക. എക്സാമ്പിൾ പറയുകയാണ് വെച്ചാൽ, സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ. ചൈൽഡ് സിംഗുലർ, ചിൽഡ്രൻ പ്ലൂറൽ. മാൻ, മെൻ. ബോയ്, ബോയ്സ്. ഗേൾ, ഗേൾസ്. അപ്പോൾ ചില നോണുകളുടെ കൂടെ എസ് ചേർത്താൽ എന്താകും? പ്ലൂറലാകും. എക്സാമ്പിളാണ് ബോയ്, ബോയ്സ്, ഗേൾ, ഗേൾസ്. ചിലതിൻ്റെ കൂടെ IES ആയിരിക്കണം ചേർക്കേണ്ടത്. അതിനുള്ള എങ്ങനെയാണ് ഇവ പ്ലൂറലാക്കേണ്ടത് എന്നത് ഞാൻ നൗണിൻ്റെ ക്ലാസ്സിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് എന്ന് പറഞ്ഞു. ഇനി വെർബിനെ നമ്മൾ സിംഗുലറും പ്ലൂറലും എങ്ങനെയാണ് ചെയ്യുക? വെർബിൻ്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നതിൻ്റെ സിംഗുലർ വർക്ക്സ്. ഓക്കെ, ഇത് സിംഗുലർ ആണ്. വർക്ക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെർബിൽ നമ്മൾ പ്ലൂറലാക്കുമ്പോൾ. വെർബിൽ നമ്മൾ പ്ലൂറലും സിംഗുലറും അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നൗണിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുക. നൗണിൽ എസ് ചേർത്താൽ പ്ലൂറൽ ആണ് വെച്ചാൽ വെർബിൽ എസ് ചേർത്താൽ അത് സിംഗുലർ ആണ് ആവുക. റണ്ണ്, റൺസ്. റീഡ്, റീഡ്സ്. റൈറ്റ്, റൈറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതും നമ്മൾ നോക്കണം. എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇങ്ങനെ സബ്ജക്റ്റും വെർബും എഗ്രിമെൻ്റ് ചെയ്യണം. ആ ഒരു കാര്യം നമ്മൾ ഇതിൽ നോക്കാനുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വെർബിന് 3 ഫോമാണുള്ളത്. ഒന്ന് പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം,
പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ സാധാരണ ED ചേർത്താൽ ഇതാകും. അതുതന്നെയായിരിക്കും പ്രസൻറ്റ് ഫോമിലെ വെർബിൻ്റെ കൂടെ ED ചേർത്താൽ പാസ്റ്റ് ഫോമും അതേപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കിട്ടും. അത് എല്ലാത്തിനും ഇതല്ല. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ചിലത് അതേ ഫോം തന്നെയായിരിക്കും. അതായത് പ്രസൻറ്റും പാസ്റ്റും എല്ലാം ഒരുപോലെ. പുട്ട്, പുട്ട്, പുട്ട്. ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. ചിലതിൽ EN എന്നുള്ള ഫോമിലായിരിക്കും നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടുക. പാസ്റ്റ്, റോട്ട്, പ്രസൻറ്റ് ഫോം, റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ കുറേ വാക്കുകളുടെ പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇത് പഠിച്ചാൽ നമുക്ക് ഒരു ടെൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഗ്രാമറിൻ്റെ എറർ ഇല്ലാതെ എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഈ ടെൻസ് അല്ലെങ്കിൽ കാലങ്ങളെ 3 വിധത്തിൽ തിരിക്കാം. ഏതൊക്കെയാണ് ടെൻസുകൾ ഉണ്ടാവുക? അതായത് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞതായിരിക്കാം. പിന്നെ ആദ്യം മലയാളം എഴുതാം, അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് എഴുതാം. ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ഭൂതകാലം എന്ന് വിളിക്കുക. അതേസമയം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ സമയത്ത് നടത്തുന്ന പ്രവൃത്തികൾ, അങ്ങനെയുള്ളത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? വർത്തമാനകാലം എന്നാണ് പറയുക. നമ്മൾ ചെയ്യാൻ പോകുന്നതായ, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഭാവി കാലവുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇനി ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഭൂതകാലത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പാസ്റ്റ് ടെൻസ് എന്നാണ്. വർത്തമാനകാലത്തെയോ പ്രസന്റ് ടെൻസ് എന്നാണ്. ഭാവി കാലത്തിന് ഫ്യൂച്ചർ ടെൻസ്. ഇനി ഈ ഇംഗ്ലീഷിലാവുന്ന സമയത്ത് നമ്മൾ ആദ്യം വർത്തമാന കാലഘട്ടത്തിനെ കുറിച്ച് പഠിക്കും. അതിനുശേഷം നമ്മൾ അതേ പാറ്റേണിൽ തന്നെ ഭൂതകാലത്തിന് പിന്നെ ഭാവി കാലത്തിനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു പ്രസന്റ് ടെൻസ് എന്നാണ് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷിൽ ഈ വർത്തമാന കാലത്തിനായാലും അല്ലെങ്കിൽ ഏത് കാലത്തിനായാലും അതിൻ്റെ 4 വകഭേദങ്ങളുണ്ട്. അവനവിടെ എഴുതുകയാണ്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എന്താണ് വർത്തമാനകാലത്തിന്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ കുടിക്കുന്നു, ഞാൻ തിന്നുന്നു, ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ ചാടുന്നു, ഓടുന്നു, മറിയുന്നു, കിടക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ പ്രസന്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ എന്താ പറഞ്ഞാൽ ഓടുന്നു, ചാടുന്നു പറയുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ചെയ്യുന്ന പ്രക്രിയകളാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുക. അതെങ്ങനെ പറയാം? ഓടുന്നു. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറഞ്ഞു ഓടുന്നു എന്ന്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഓടിക്കൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, കിടന്നുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, വായിച്ചു കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതേസമയം പ്രസന്റ് പെർഫെക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വർത്തമാന കാലഘട്ടത്തിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ഇതാണ് പ്രസന്റ് ടൈം, ഇതൊരു ടൈമിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഗ്രാഫ് എപ്പോഴാണ് പ്രസന്റ് ടെൻസ്? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പറഞ്ഞു കഴിക്കുന്നു, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്നു, മൂന്നാമത്തേൽ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരിക. എഴുതുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്, ആ ഒരു ഫോം വരാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി,
ഇപ്പോൾ ടൈം വർത്തമാനകാലത്തിൽ അതെപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ പെട്ടെന്ന് തീരില്ല. ആ ഒരു ലെവലിൽ പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് വാക്ക് വരിക? ആദ്യത്തിൽ ഞാൻ പറഞ്ഞു വായിക്കുന്നു, രണ്ടാമത്തിൽ പറഞ്ഞു വായിച്ചു കൊണ്ടിരിക്കുന്നു, മൂന്നാമത്തെ എന്ന് പറഞ്ഞു വായിച്ചിട്ടുണ്ട്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താണ്? വായിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു ഇത് തന്നാൽ എങ്ങനെയാണ് അത് ആ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആ ഫോമിൽ എങ്ങനെയാണ് എഴുതുക, അത് നമ്മൾ പഠിക്കണം. അതല്ലാതെ ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ലോക സത്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെ 4 വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഭൂതകാലത്തിലും ഇതേപോലെ ഇതിന് വകഭേദങ്ങളുണ്ട്. അതാണ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് നമ്മൾ ആക്റ്റീവ് വോയിസിലായിരിക്കും ആദ്യം പഠിക്കുക. അതിനുശേഷം ഇവയെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിക്കണം പറഞ്ഞിരുന്നു. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന് വെച്ചാൽ വെർബും സിംഗുലർ ആയിരിക്കണം. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അവ ഈ തിയറിക്കൊക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, സിംഗുലർ ആണല്ലോ, ഞാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ. സിംഗുലർ പറഞ്ഞാൽ അറിയാലോ, ഏകവചനം, ഒരു വ്യക്തിയെയോ ഒരു സാധനത്തെയോ മാത്രം ഡിനോട്ട് ചെയ്യുമ്പോഴാണ് സബ്ജക്റ്റ് സിംഗുലർ ആവുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അത് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐനെ സാധാരണ എടുക്കുക പ്ലൂറൽ ഫോമിലാണ് എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഹി ഹാസ് എ പെൻ എന്നാണ് നമ്മൾ പറയാ. ഹി ഹാസ് എ പെൻ, ഹാസ് ആണ് ഹി എനിക്ക് വെക്കുന്നത്, കാരണം ഹാസ് സിംഗുലർ, ഹാവ് പറയുന്നത് പ്ലൂറലാണ്. പക്ഷെ ഐൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക, ഹാവ് ആണ് വെക്കുക. അവിടെ പോയിട്ട് ഹാസ് വെക്കാൻ പറ്റുമോ? ഇല്ല, ഹാസ് വെക്കാൻ പറ്റില്ല. നമ്മൾ വെക്കാൻ പറ്റുമോ? ഹാവ് മാത്രമാണ് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ സാധാരണ റൂൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറേ റൂൾസുകളുണ്ട്. ആ ഒരു റൂൾസിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇനി വെർബിന്, ഇപ്പോൾ ഡു എന്നുള്ള പ്രസന്റ് ഫോം വെർബ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പഠിക്കണം? ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയാം. ഇനി അതിന്റെ സിംഗുലർ ഫോം എന്താണ്? ഡസ്. എന്താണ്? ഡസ്. അതിന്റെ പാസ്റ്റ് ഫോം എന്താണ്? ഡിഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ഡണ്. ഇതിന്റെ ing ഫോം എന്താണ്? ഡൂയിങ്. അപ്പൊ ഇതെന്തിനാ തന്നിരിക്കുന്നത്? ഇത് വെർബിന്റെ ഫസ്റ്റ് ഫോം, അതിന്റെ പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ing ഫോം, എന്താണിത്? ഇത് സിംഗുലർ ഫോം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വെർബിന്റെ ഫോമുകളുള്ളത്. ഇനി നമ്മൾ ഡു, ഡസ്, ഡിഡ്, ഡണ്, ഡൂയിങ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. റൈറ്റ്, അതിന്റെ സിംഗുലർ ഫോം എന്താണ്? റൈറ്റ്സ്. പാസ്റ്റ് ഫോം എന്താണ്? റോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? റിട്ടൺ. ഡൂയിങ്ങിന്റെ ഫോം എന്താണ്? ing ഫോം എന്താണ്? റൈറ്റിംഗ്. ഇങ്ങനെ നിങ്ങൾ കുറെ വാക്കുകളുടെ ഫോമുകൾ പഠിക്കണം. ജമ്പ്, ജംപ്സ്, ജംപ്ഡ്, ജംപ്ഡ്, ജമ്പിങ്. അപ്പൊ ഞാൻ ഒരു 2-3 എക്സാമ്പിൾ തന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫോം വരിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ക്രിയ എന്ന് പറയുന്നത്, നമ്മൾ കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്, ചെയ്തു കഴിഞ്ഞതോ ആയ പ്രവൃത്തികളുടെ സമയത്തെ ഡിനോട്ട് ചെയ്യുന്നതാണ്, സൂചിപ്പിക്കുന്നവയാണ് കാലം അല്ലെങ്കിൽ ടെൻസ് എന്ന് പറയുന്നത്. മൊത്തം കാലങ്ങൾ 3 തരത്തിലാണ്.
ഭൂതകാലം, ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഭൂതകാലത്തിന് പാസ്റ്റ് ടെൻസ് എന്നും വർത്തമാനകാലത്തിന് പ്രസന്റ് ടെൻസ് എന്നും ഭാവി കാലത്തിന് ഫ്യൂച്ചർ ടെൻസും എന്ന് പറയും. ഭൂതകാലത്തിനെയും വർത്തമാന കാലഘട്ടത്തിന് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് 4 വകഭേദങ്ങളുണ്ട്. അതാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഭൂതകാലത്തിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഭാവി കാലമാണ് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അതിന്റെ 4 വകഭേദങ്ങളാണ് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ് വെച്ചാൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റിന്റെ കൂടെ സാധാരണ എസ് ചോദിച്ചാൽ വെച്ചാൽ അത് പ്ലൂറലാകും. എക്സാമ്പിൾ ആണ് ബോയ്, ബോയ്സ് എന്ന് പറയുന്നത്, ഗേൾ, ഗേൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലതോടെ എന്താ വെക്കേണ്ടത്, IES ആണ് വെക്കേണ്ടത്. അത് നൗണിന്റെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു നൗണിനെ പ്ലൂറലാക്കേണ്ടതെന്ന്. അത് ഡൗട്ട് ഉള്ളവർ ആ ക്ലാസ് കാണുക. രണ്ടാമത്തത് പ്ലൂറലായിട്ടുള്ള വെർബിനെ സിംഗുലർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ എസ് ചേർത്താൽ മതി. ഈ സബ്ജക്റ്റ് നൗണും വെർബും തമ്മിൽ കോൺട്രാഡിക്ടറി ആയിട്ടാണ് വരിക. വെർബിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലർ ആകും, അതേസമയം നൗണിന്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറൽ ആകും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് വെർബിന് 3 ഫോം ഉണ്ട്. ഏതൊക്കെയാണ്? പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ 3 ഫോമും കാണാതെ കുറെ വാക്കുകളുടെ നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വാക്ക്ഡ്. ചില വാക്കുകളുടെ കൂടെ ED ചേർത്താൽ തന്നെ നമുക്ക് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടും. ചിലത് വെർബുകൾ പറഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതുന്നത് അതുപോലെ തന്നെ എഴുതിയാൽ മതി, അതായത് ഒരു മാറ്റവും വരില്ല. പുട്ട് ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ജംപ്ഡ്, റൈറ്റ്, റോട്ട്, റിട്ടേൺ ഇവയെല്ലാം എന്താണ് വെർബും അതിൻ്റെ 3 ഫോമുമാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. ഇപ്പോൾ വെർബിന് ഫസ്റ്റത്തെ ഫോമിന് പ്രസന്റ് ഫോമിന് നമ്മൾ വന്നിടുക, അതിൻ്റെ സിംഗുലർ ഫോം എഴുതുക റൈറ്റ്സ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, V5 എന്ന് എടുത്ത് വയ്ക്കുക. റോട്ടിന് V2 ഫോം എഴുതുക, പാസ്റ്റ് ഫോമിന് V2 എന്ന് എഴുതുക, പാസ്റ്റ് പാർട്ടിസിപ്പിളിന് V3 എന്ന് എഴുതുക. ഡൂയിങ് എന്നുള്ള ING ഫോമിന് എന്ത് ചെയ്യാം, നമ്മൾ V4 എടുക്കുക. V5 എന്ന് പറയുന്നതിന് സിംഗുലർ ഫോം ആയിട്ട് എടുക്കുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. പിന്നെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറഞ്ഞു. ആക്റ്റീവ് വോയിസ് എന്താണ്? ആക്റ്റീവ് വോയിസ് പറഞ്ഞാൽ കർത്താവിന് പ്രാധാന്യം നൽകുന്ന വാക്കുകളാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതേസമയം പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്നവയാണ് പാസീവ് വോയിസ്. നമ്മുടെ സാധാരണ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മുഖ്യമായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു സെന്റൻസ് തന്നിട്ട് ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആക്കുക, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഇത് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്കും അതുപോലെ പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസിലേക്കും കൺവേർട്ട് ചെയ്യാനും പഠിക്കാം. ഇതാണ് ഈ ക്ലാസ്സിന്റെ മെയിൻ ഇത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പ്രസന്റ് ഫോം പറഞ്ഞു. പ്രസന്റിൽ 4 വകഭേദങ്ങളുണ്ട് പറഞ്ഞു. എന്തൊക്കെയുള്ളത്? സിമ്പിൾ പ്രസന്റ് ഉണ്ട് പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട് പറഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട് പറഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട് പറഞ്ഞു. ഇനി ഈ സിമ്പിൾ പ്രസന്റ് ഞാൻ പറഞ്ഞു വായിക്കുന്നു, എഴുതുന്നു, ചാടുന്നു, ഓടുന്നു, മറിയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. അതിന് ഫോം എന്ത് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ എന്ത് ഫോം? പ്രസന്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവയാണ് ഇത് സിമ്പിൾ പ്രസന്റിന്റെ ഇത്. നമ്മൾ 3 തരം സബ്ജക്റ്റുകളാണ് ഉള്ളത്, അതും കൂടി പറയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേറെ ക്ലാസ്സിലേക്ക് കിടക്കാൻ. ഈ സബ്ജക്റ്റ് 3 തരത്തിലാണ്. ഒന്നാമത്തത് ഐ, ഫസ്റ്റ് പേഴ്സൺ പറയും, അതായത് ഞാൻ. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്താണ്? വി, അതായത് നമ്മൾ. അപ്പോൾ ഇത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ ഇത് സിംഗുലർ, വി എന്ന് പറയുന്നത് പ്ലൂറൽ. ഇനി രണ്ടാമത്തെ എന്താണ്? യു, നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോൾ ഇത് പറയുന്നത് സിംഗുലറിനും പ്ലൂറലിനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് യു എന്ന് തന്നെയാണ്. അപ്പോൾ അത് വന്നിട്ട് എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സണിൽ സിംഗുലറും പ്ലൂറലും എങ്ങനെയാണ്? യു എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. ഇനി തേർഡ് പേഴ്സൺ, ഇത് സെക്കൻഡ് പേഴ്സൺ, ഇത് ഫസ്റ്റ് പേഴ്സൺ. ഇനി തേർഡ് പേഴ്സൺ എന്താണ്? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, അവൻ, ഷീ, അവൾ, ദേ, അവർ, ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തേർഡ് പേഴ്സണിൽ വരുന്നത്. അതായത് മൂന്നാമത്തെ ആളിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് പേഴ്സൺ ഉപയോഗിക്കുക. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ ഈ 3 വിധത്തിലുള്ളത് നമ്മൾ അറിയണം. അതുപോലെ അവ ഏതൊക്കെയാണ് എന്നുള്ളതും അറിയണം. ഈ ഓരോ ഫോമിൻ്റെ കൂടെയും ഓരോ തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക.
സബ്ജക്റ്റ് സിംഗുലർ ആണ് വെച്ചാൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഐ എന്നുള്ളത് അതിന് പക്ഷേ ഓപ്പോസിറ്റ് ആണ്. ഐക്ക് സാധാരണ ബഹുവചനമാണ് യൂസ് ചെയ്യുക. അത് പറഞ്ഞിട്ട് നമ്മൾ പാസ്റ്റ് ഫോമിൽ ഐ വാസ് എന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ വേർ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുന്നതായിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് സിമ്പിൾ പ്രസൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഫോമുകളും പഠിക്കണം. അതുപോലെ തന്നെ അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കേസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്